നമ്മളെല്ലാം റെഡിയായി ഫ്രഷായി ഇറങ്ങിയാണ്. ഡേ ടൂർ തുടങ്ങിയാണല്ലേ? അതെ. കിട്ടൂല കേട്ടോ. സ്പോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏകദേശം സ്ഥലം. ഇവിടെ ഏകദേശം കറക്റ്റ് ഒരു 8 മണിയായി കാണും. നമ്മളവിടെ നിന്ന് ഇറങ്ങി സെറ്റ് ചെയ്ത് പോവുകയാണ്. നമ്മളെ നാട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ കൊണ്ട് പ്ലാസ്റ്റിക് വലിച്ചതിട്ട് പോകുമ്പോഴത്തേക്കും അങ്ങനെ. ഇതാണ് അടുത്ത സ്പോട്ട്, വാടച്ചാൽ. നമ്മളിവിടെ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഫസ്റ്റ് എൻട്രി ഉള്ളത്. അഡൽസിന് 60 രൂപ. അല്ല, കുരങ്ങിന് പണ്ട് പോയാലും കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം. റെസ്റ്റിംഗ് സ്പോട്ടുണ്ട്. എനിക്കൊന്ന് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ പറ്റിയ സ്പോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ. ബ്രോ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയിലോട്ട് തന്നെ കടന്നു കഴിഞ്ഞു. ബ്രോയുടെ മെയിൻ പരിപാടിയാണ് എന്താ? വീഡിയോ ഫോട്ടോഗ്രാഫി. അല്ല, അതാണ് അവൾക്കൊരു മെന്റൽ ഒരു സ്റ്റേബിൾ ആവാൻ വേണ്ടി അവൾ വിഷയം സെറ്റ് ചെയ്യാൻ നോക്കും. ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്യാറില്ല, അങ്ങനെ സംസാരിക്കാറില്ല അത്രയ്ക്ക്. അതൊക്കെ പറയാം. അതാണ് അത്. ഒന്നും മേടിക്കാൻ ചാനലിന്റെ മില്ലടിക്കും കേട്ടോ. അങ്ങനെ അടിക്കുകയാണെങ്കിൽ എനിക്ക് ഫുൾ ചെലവ്. പോയിട്ടൊന്നുമില്ല. ആയിരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വെള്ളം കുടിക്കാറുണ്ടോ? പക്ഷേ ഇത് റോൺ പറത്തി എന്താ കിടുക്ക് വ്യൂ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കിടക്കും. മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടാണ്. വാൽപ്പാറ കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് കോയമ്പത്തൂർ പ്ലാനിങ് കഴിഞ്ഞിട്ട് വരാം.
ക്യാമറ അല്ല 4 മട്ടൻ ബിരിയാണി, ചിക്കൻ 65. പുല്ല് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തരാൻ പറയാം. നമ്മൾ ഉപയോഗിച്ചിട്ട് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? യൂട്യൂബറാന്ന് പറഞ്ഞ ഫേമസ് യൂട്യൂബറാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി നോക്കി. ഒരു രക്ഷയില്ല, ഒരു രൂപ പോലും ഫുഡിന് പുറത്തില്ല. വളർന്നു വരുന്ന യൂട്യൂബർ 5 വർഷം മുന്നേ വന്ന യൂട്യൂബറാന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് അവർ പറയുക ഒരു പ്രയോജനമില്ലാത്ത കുറെ കാർഡ് എടുത്ത് തന്നിട്ടുണ്ട്. പള്ളി കുത്താൻ കേട്ടാ ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ 65 പീസാണ് ഈ ഹോട്ടലുകാരുടെ ധാരണ. റേറ്റിനുള്ള ടേസ്റ്റ് ഒന്നുമില്ല, പിന്നെ പീസിൻ്റെ എണ്ണം കൂടുതലാണ്. മട്ടൻ്റെ മണം ഉണ്ടായിരുന്നൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്കൊരു മണം കിട്ടിയിട്ടില്ല. ചെറിയ പീസായോണ്ട് ബീഫാണോ മട്ടനാണോന്ന് അറിയാൻ വയ്യ. ഒരു ബിരിയാണിക്ക് 240 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ചിക്കൻ 65 എത്രയായിരുന്നു? 1100 രൂപയായി. ഓ അതിൻ്റെ ഇതെങ്ങനെ ഉണ്ടായെന്നറിയാവോ? ഇങ്ങോട്ട് വന്നാണോ ഇത് മാവും അതും മാവാണ്. അതുള്ളല്ലേ. ഇതാണ് നെടുങ്കോട്ട, പാലക്കാട് ജില്ലയിൽ പ്രശസ്തമായ നെടുങ്കോട്ട. ഇതിനെപ്പറ്റി നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് പൂർവ്വ അധ്യാപകനും PSC ഉദ്യോഗാർത്ഥിയുമായ അരുൺ ക്ഷണിക്കാവുന്നതാണ്. ഓക്കെ, 2 വാക്ക്. ഇത് ഇതാണ് കോട്ടക്കകം. ഇത്രേ ഉള്ളൂ. 2 വാക്ക് സംസാരിക്കും. ആക്ച്വലി ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല, കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോവാം. കപ്പിൾസിന് ഒന്ന് ഇരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. പാലക്കാട് കാണുന്ന ഏതെങ്കിലും കപ്പിൾസ് ഉണ്ടെങ്കിൽ വരിക, നമ്മൾ ഇൻവൈറ്റ് ചെയ്യാം. നമ്മളല്ല പറയാനൊന്നും വേണ്ട. അരുണമ്മയുടെ പ്രൊട്ടക്ഷൻ. അരുണിനെ പറ്റി 2 വാക്ക് പറയാനാണെങ്കിൽ, അരുൺ ഒരു ഡെക്കാത്തലോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഒഫീഷ്യലി സ്പോൺസർ ചെയ്യണമെന്ന് പറയുകയാണ്. ഇത് ഡെക്കാത്തലോണാണ്, ടീഷർട്ട് ഡെക്കാത്തലോണാണ്, ഇത് ഡെക്കാത്തലോണാണ്, ഇത് ഡെക്കാത്തലോണാണ്. പാൻറ് ഒഴിച്ച് ബാക്കി എല്ലാം ഡെക്കാത്തലോണാണ്. ചേട്ടാ, നെയ്യ് എത്രയാണ് റേറ്റ്? ഏതാണ് എന്നെ എടുക്കണോ? ആണെങ്കിൽ എടുത്തോ.
നെയ്യ് വേണമെങ്കിൽ എടുക്കും. ചേട്ടാ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല? മഞ്ഞയുടെ നെയ്യ് വേണോ? ഗായ്സിനോട് ഒന്നാം സമ്മാനം അടിക്കുന്ന ലോട്ടറി കടയാവോ? അരുൺ ചേട്ടൻ കുറെ സമയം കൊണ്ട് തപ്പി കിടക്കുകയാണ്. ചേട്ടൻ എന്താണ് വാഗ്ദാനം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ? എന്നെ ഡെക്കാത്തോളം കൊണ്ടുപോയി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നത്. ഓക്കെയാണ്? ആവശ്യമുള്ള ഓക്കെ വാങ്ങിച്ചു ലോട്ടറി അടിച്ചാൽ മതി. 15,000 അടിച്ചാലും കുഴപ്പമില്ല. അത് പറ്റത്തില്ല. ഒന്നാം സമ്മാനം ബമ്പർ അടിക്കാം. ആള് ഹിമാലയൻ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞു. അപ്പം എന്നെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ലോട്ടറി അടിക്കാനായിട്ട്. അപ്പോൾ വിശ്വജിത് ബ്രോ 1,00,000 രൂപ തന്നാൽ മതിയാ? അടിക്കുന്നതനുസരിച്ച് 10% അടിക്കുന്നതിന്റെ 10% കൊടുക്കണം കേട്ടോ. അടിക്കുന്നതിന്റെ 10% കൊടുക്കണം. അടിക്കുന്നതിന്റെയോ? ഒന്നാം സമ്മാനം പറ. ഒന്നാം സമ്മാനം ബമ്പർ അടിച്ചാൽ മാത്രം അല്ല, അടിക്കുന്നതിന്റെ 10%. 100 അടിച്ചാൽ 10 രൂപ കൊടുക്കണം. ബമ്പർ അടിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് പുതായി ബമ്പർ നമുക്ക് നോക്കാം ഗൈസ്. ഇത് പ്രാർത്ഥിക്കേണ്ട ബമ്പർ അടിക്കാനാണ്. അതെ അതെ, ഓണം ബമ്പർ അടിക്കാനായിട്ട് പറ്റുമോ സാർ? തിരക്കുള്ള ലോട്ടറി പോയി വാങ്ങിക്കാം. നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും കടയിലടിക്കും. ഏതെങ്കിലും കടയിലല്ലേ? കാരണം ഇവിടെ ഫുള്ള് ലോട്ടറിയുടെ തമിഴ്നാട് കേരള ബോർഡറിൽ ഇങ്ങനെ ഉണ്ടല്ലേ ലോട്ടറി കടകളുണ്ടല്ലേ? നമ്മൾ ബോർഡർ പോലും അറിയാൻ പറ്റാല്ലേ കേട്ടോ. ഇവിടെ ഒരു ലോട്ടറി കടയുണ്ട്, ന്യൂ സ്റ്റാർ ലോട്ടറി ഉണ്ട്, ശ്രീദേവി ലോട്ടറി ഉണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇവിടെ ആയിരുന്നു കേട്ടോ പണ്ടത്തെ. കൊല്ലത്ത് നിന്ന് ഒരാൾ ഇതാ പാലക്കാട് ലോട്ടറി എടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ ലോട്ടറി വീണ്ടും തുറന്നു. ഇതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇല്ല, അവർ വരട്ടെ, അവർ വരട്ടെ. വയ്ക്കാനുള്ള ഗ്യാപ്പില്ല. രാവിലെ 5 മുട്ട് ഒരു തുള്ളി വെച്ചിരിക്കണം. രാവിലെ വെള്ളം ഇങ്ങനെ വരണം. പൈതിക്ക് പൈതി മട്ട് നാക്ക് മുട്ട രാവിലെ മുട്ട് 5 വണ്ടിയിടാൻ പോയത് നമ്മുടെ ക്യാമറാമാൻ അകത്തോട്ട് കയറി. എവിടെയാ? ഇതാണ് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന മദർലാൻഡ് മസാലത്തോട പാലക്കാട് കേരള. പൈതിക്ക് പൈതി, പൈതി തോട, പൈതി മസാല, മട്ട് സാധനം
നാവ് ഒട്ട വിട്ട് അടിക്കേണ്ടി വരും. എന്ത് ഗ്യാസ്ട്രബിളോ വയറുവേന ഉണ്ടെങ്കിൽ മാറാനുള്ളതാണ് മദർലൈൻ മസാല കുടിച്ചിട്ട് പൂള് വന്നിട്ട് എന്നെ തേടി വന്നിരിക്കണം. കൊല്ലത്തുനിന്ന് പൈതി പൊട്ടുന്ന മഴയിൽ എന്നെ തേടി വരും. പൈതി തോട പൈതി മസാല അടി തക്ക കൊല്ലക്കാർക്ക് നാവ് ഒട്ടവിട്ട് അടിക്കേണ്ടി വരും. എന്ത് ഗ്യാസ്ട്രബിളോ വയറുവേന മാറില്ല വന്ന സോഡ ഫ്രൈ വേൾഡിൽ അറിയപ്പെടുന്ന മദർലൈൻ മസാലത്തോടെ പാലക്കാട് പൈതിക്ക് 2 ബിരിയാണി ഒന്നിച്ച് കഴിക്കണ വയറുവേന ഡോക്ടർമാർ കൈവിട്ട കേസൊക്കെ മാറ്റി കൊടുക്കേണ്ട സാധനമാണത്. സ്ട്രോങ്ങില് അവിടേക്ക് മതിയാ ഒന്നുകൂടെ അടിക്കണ കൊല്ലത്തേക്ക് കുടിക്കട്ടെ. അടി തക്കൈ 585. പാലക്കാട് എവിടേക്ക് പോയി? മലക്കപ്പാറ, പൊള്ളാച്ചി. പൊള്ളാച്ചിയൊക്കെ പോയിട്ട് വരികയാണ്. മദർലൈൻ മസാല കുടിച്ചിട്ട് പൂള് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ മദർലൈൻ മസാലത്തോടെ അടി തക്കി കൊല്ലക്കാര് സ്ട്രോങ്ങിലേക്ക് മോഹന് കണ്ട സ്ട്രോങ്ങില് പൈതിക്ക് പകുതി തോട പകുതി മസാല മട്ട് സാധനം ഒരാൾ നാവുന്ന വെള്ളം ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊല്ലത്തുനിന്ന് കൊടുക്കട്ടെ. നമ്മുടെ കല്യാണ ചേക്കനാണ് മദർലൈൻ മസാലത്തോടെ കുടിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലത്തെ മദർലൈൻ മസാലത്തോടെ കുടിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാത്തവർക്ക് പെണ്ണ് കിട്ടും പറഞ്ഞിട്ട് നിൽക്കണം. വയനാട് അടി പൈതി സോഡ പൈതി മസാല അടി തക്ക